സ്റ്റേജസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓർമ്മ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ എന്തൊക്കെയോ ഇല്ല. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഒരു 5-6 സ്റ്റേജസ് ആണ് സിസ്റ്റർ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മൾ ഹോർമോൺ ഭയങ്കര ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജാണ്. ഏത് ഏജ്? കാരണം ഹോർമോൺസ് ഒക്കെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു, സെക്സ് ഹോർമോൺസ് ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ കൗമാരപ്രായം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയിൽ ഫസ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്റ്റേജാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, പ്രണയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? അട്രാക്ഷൻ. എന്താണ് അട്രാക്ഷൻ? അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആകർഷണം. ആകർഷണം അത് ഓപ്പോസിറ്റ് സെക്സിനോട് കാണുന്നൊന്നുമില്ല, സെയിം സെക്സിനോടോ ആരോടെങ്കിലും അട്രാക്ഷൻ ഉണ്ടാവാം. അമിതമായിട്ട് ആ ആകർഷണം സുഹൃത്തിനോടുള്ള ആകർഷണമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈംഗിക ആകർഷണത്തിലേക്ക് അത് വളരുന്നുണ്ടെങ്കിൽ അത് പാപകരമായ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഈ ആകർഷണം ആദ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അയ്യോ അവളെനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല, അവൾക്ക് ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല, അവൾക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല, എഴുതുന്നു, ഫോൺ വിളിക്കുന്നു, സ്കൂളിൽ നേരങ്ങളാണ് ഒരു വീട്ടിൽ വന്നിട്ട് അവനോ ഫോൺ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ ടൈം മുഴുവൻ ഞാൻ പറയും. കാരണം ആകർഷണം കൊണ്ട് ഇരിക്കുന്നില്ല. ആകർഷണം ലീഡ്സ് യു ടു പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ പ്രോക്സിമിറ്റി, നിയർനെസ്. എപ്പോഴും അടുത്തിരിക്കണം, മിണ്ടണം, കേൾക്കണം, തൊടണം, പിടിക്കണം, നക്കണം. ഇങ്ങനെ പ്രോക്സിമിറ്റിയോടുള്ള ഒരു ആഗ്രഹം. ഈ പ്രോക്സിമിറ്റിയിൽ അങ്ങനെ കുറെ നേരം ഞങ്ങൾ മണ്ണെണ്ണ നിയോഗിച്ചു ചെല്ലാൻ പറ്റും. മണ്ണെണ്ണ നിയോഗിച്ചു ചെല്ലാൻ പറ്റും. കത്തുടിക്കും. ഇതുപോലെയാണ് അട്രാക്ഷൻ ഉള്ള ഒരാളോട് നമ്മൾ അടുത്തിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ശരീരം കൂടി കത്തുപിടിക്കും. പിടിയില്ല, കത്തുപിടിക്കും. അതിന് വിളിക്കുന്ന പേരാണ്. അപ്പൊ ഈ പ്രോക്സിമിറ്റി ഉണ്ടെങ്കിൽ സിമിലാരിറ്റി. പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാണല്ലോ, ഒരുപോലെയാണല്ലോ. ഞാൻ ചിന്തിക്കുന്ന പോലെ എനിക്ക് ഇവ ചിന്തിക്കുന്ന പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ നമുക്ക് തോന്നും, സിമിലാരിറ്റി തോന്നും. എൻ്റെ കൂട്ടുകാരോട് എനിക്ക് സിമിലാരിറ്റി തോന്നും. ദാറ്റ്സ് ഗുഡ്. നല്ല ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ നല്ലതാണ്, മോശം ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ എല്ലാം മോശമാണ്. പിടിയോ? സിമിലാരിറ്റി തോന്നും. സിമിലാരിറ്റി തോന്നിയ ആളുകൾ റെസിപ്രോസിറ്റി, പാരസ്പര്യത. നമ്മൾ രണ്ടുപേരും കൂട്ടായിരിക്കുന്നു, നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട്, അങ്ങനെ തോന്നും. അതും നോർമൽ, സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. ആ റെസിപ്രോസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത ഇന്റിമസിയിലേക്ക് നമ്മൾ കടക്കും. ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആത്മബന്ധമായിട്ട് മാറുകയാണ്. ഇനി എനിക്ക് അയാളില്ലാതെ ഇരിക്കാൻ പറ്റില്ല, ഇരിക്കുമ്പോൾ അയാളില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു മൊമെന്റ് പോലും തലയിൽ നിന്ന് ഇയാളുടെ ചിന്തയിൽ നിന്ന് വിടുതലില്ല. അതാണ് ഇന്റിമസി. ഇന്റിമസി എന്താ സംഭവിക്കുന്നത്? ഭയങ്കര ഹൈയായി. അപ്പൊ രണ്ട് വീട്ടിലിരിക്കേ ഡോപ്പാമിൻ ഇങ്ങനെ ഭയങ്കര കൂടുതലാകുമ്പോ കേൾക്കണം എന്നുള്ള ഭയങ്കരമായ തീവ്രമായ ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്യും? വീട്ടുകാരറിയാതെ പല എന്താ ചെയ്യുന്നത്? എനിക്ക് തോന്നിയിട്ടുണ്ടാകുമ്പോൾ വീട്ടുകാരറിയാതെ പോയി കാണും. വീട്ടുകാരറിയാതെ രണ്ടും കൂടി സ്കിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല മോശപ്പെട്ട കാര്യങ്ങളിലേക്കും അവർ പോകും. അങ്ങനെ എന്നാൽ പിന്നെ വീട്ടുകാർ സമ്മതിക്കുന്നത് രണ്ടെണ്ണം കൂടി 18 വയസ്സ് കഴിഞ്ഞാൽ കൊണ്ട് രണ്ടെണ്ണം കൂടി രജിസ്റ്റർ ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് സംഭവിക്കുന്നത് പിന്നെ ആന്റി ക്ലൈമാക്സ് ആണ്. അകലെ നിന്നപ്പോ ആകർഷണം തോന്നിയതുപോലെ ഒരു കൂരയ്ക്കുള്ളിൽ വരുമ്പോ ആകർഷണം തോന്നില്ല. അപ്പൊ വികർഷണം പിന്നെ വേറുപ്പായി. എൻ്റെ ജീവിതം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു